ഉറിയിലേക്കൊന്ന് പോകുന്നു. ബൽറാം നെടുങ്ങാടി തത്സമയം അവിടെ ഒന്ന് ചേരുകയാണ്. ബൽറാം, ഉറി നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം രൂക്ഷമായി അനുഭവപ്പെടുന്ന അതിർത്തി മേഖലയാണ് ഉറി. സലാമാബാദിലടക്കം കഴിഞ്ഞ ദിവസം ബൽറാം നെടുങ്ങാടിയും ഒപ്പം ജോഗേഷ് സിംഗും പോയതാണ്. അവിടെ നിന്ന് ദൃശ്യങ്ങൾ കണ്ടതുമാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഷെല്ലാക്രമണത്തിൽ അവിടെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. 8ഓളം പേർക്ക് അവിടെ പരിക്കേറ്റിട്ടുണ്ട്. ശക്തമായ ഷെല്ലാക്രമണം ഉറി മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യം എന്താണ് ബൽറാം ഉറിയിൽ? അവിടുത്തെ പ്രദേശവാസികൾ എന്ത് പറയുന്നു? സുരക്ഷ എത്രമാത്രമുണ്ട് അവിടെ? പ്രജിൻ, ഞാനിപ്പോൾ ഉള്ളത് ഉറിയിലെ ഗിംഗൽ എന്ന സ്ഥലത്താണ്. പ്രജിൻ സൂചിപ്പിച്ച ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ ഉണ്ടായ ഷെല്ലാക്രമണത്തിൽ മരിച്ച നർഗീസ് ബീഗം അവരുടെ വീട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീടിൽ നിന്നും ഏതാണ്ട് 2 മിനിറ്റ് മാത്രം ആണ് ദൂരമുള്ളത്. ഈ വീട്ടിലെ കാഴ്ച നമ്മളെ ആര് കണ്ടാലും ഞെട്ടിപ്പിക്കുന്നതാണ്, സങ്കടപ്പെടുത്തുന്നതാണ്. പ്രജിൻ, നോക്കൂ, ഈ കുഴി എന്നുള്ളത് ഇവിടെ ഇന്നലെ രാത്രി 9 മണി വരെ ഉണ്ടായിരുന്ന ഒന്നല്ല. സാധാരണ ഒരു ദിവസമായിരുന്നു ഇവർക്ക്. അതിർത്തി സംഘർഷമുണ്ടെങ്കിലും ഈ വീട്ടിലെ ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ രാത്രി 9 മണിക്ക്. ആ സമയത്താണ് പാകിസ്ഥാന്റെ ഷെല്ല് ഈ വീടിന്റെ മുറ്റത്ത് വന്ന് പതിച്ചത്. വീടിന്റെ തറയോട് ചേർന്ന ഭാഗത്ത് പതിച്ചിരിക്കുന്നു. ഈ വീടിന്റെ തറ ഇളകിപ്പോയിരിക്കുന്നു. ചില്ലുകൾ ഒന്നുപോലും അവശേഷിക്കുന്നില്ല, എല്ലാം തകർന്നിരിക്കുന്നു. ഒരു ഭാഗം ഇടിഞ്ഞ് തകർന്ന് തെറിച്ചു പോയിട്ടുണ്ട്. ഒപ്പം തന്നെ പല ഭാഗത്തും വിള്ളലേറ്റിട്ടുണ്ട്. പ്രജിൻ, നമുക്ക് ആ ഷെല്ല് എന്താണ് എന്ന് കൂടി അറിയാം. ഇത് ആ ഷെല്ലിന്റെ ഒരു ചീളാണ്. ഇത് കണ്ടാൽ ഇത്ര ചെറിയ ഒരു ലോഹ കഷ്ണമാണ് എങ്കിൽ പോലും ഏറെ ഭാരമുണ്ട്. ഇത്ര ചെറിയ ലോഹ കഷ്ണത്തിന് പോലും ഏതാണ്ട് 150 ഗ്രാമിലേറെ ഭാരം ഇതിന് അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ അത് പൊട്ടിയ അതിൻ്റെ അരികുകൾ ഏറെ മൂർച്ചയുള്ളതാണത്. നമുക്ക് അത് കൃത്യമായി തന്നെ ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് ഇത്ര വലിയ ആഘാതം ഈ ഷെല്ലുകൾക്ക് ഏൽപ്പിക്കാൻ കഴിയുന്നത്, ലോഹ തൂണുകളെ പോലും തുളയ്ക്കാൻ കഴിയുന്നത് എന്ന് ബോധ്യപ്പെടുന്നതാണ്. ഈ ഏറെ മൂർച്ചയുള്ള ചീളുകളായി പൊട്ടിത്തെറിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അത്തരത്തിലൊരു ചീളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ വീട്ടിനെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. അകത്ത് ഉള്ള വാതിലുകൾ പോലും തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സമീപത്തുള്ള വീടിന്റെ മേൽക്കൂരയ്ക്ക് പോലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ഈ വീട്ടിലെന്നാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല, അത് വലിയ ആശ്വാസമാണ്. എന്നാൽ ഈ ഒരു ഷെല്ല് വീണതോടുകൂടിയാണ് സമീപത്തുള്ള വീട്ടിലുള്ള നർഗീസ് ബീഗം അവരുടെ വീട്ടിലുള്ള മക്കളെയും എല്ലാം കൂട്ടി രക്ഷപ്പെടാനായി അമ്മയുടെ സ്വന്തം മാതാവിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ബാരാമുള്ളയിലേക്കുള്ള ആ വീട്ടിലേക്ക് പോകും വഴിയാണ് അവർ സഞ്ചരിച്ച സ്കോർപിയോ വാഹനത്തിൻ്റെ മുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഈ ഷെല്ലിൻ്റെ 2 ചീളുകൾ തുളഞ്ഞു കയറുകയും അത് അവരുടെ കഴുത്തിൽ കൊള്ളുകയും അവർ മരിക്കാൻ ഇടയാകുകയും ചെയ്തത്. അവരുടെ 3 കുട്ടികൾ കൂടി ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. അതിൽ ഒരു കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഗ്രാമത്തിൽ 8 പേർക്കാണ് ഇന്നലെ രാത്രി മാത്രം പരിക്കേറ്റിരിക്കുന്നത്. കഴിഞ്ഞ 2 രാത്രികളിൽ പുലർച്ചെ 2 മണിക്ക് ശേഷമായിരുന്നു ആക്രമണം എങ്കിൽ ഇന്നലെ 7:30 മുതൽ തന്നെ ഉറി മേഖലയിൽ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഷെല്ലാക്രമണം കടുപ്പിച്ചിരുന്നു. കനത്ത തോതിലുള്ള ഷെല്ലാക്രമണമാണ് ഈ മേഖലയിൽ നടന്നത്. പ്രജിൻ, ഈ മേഖല എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട സലാമാബാദിൽ നിന്നും ഏറെ അകലെയാണ്. സലാമാബാദ് ഇവിടെ നിന്നും ഏതാണ്ട് 16 കിലോമീറ്ററിലേറെ ദൂരമുണ്ട്. എന്നാൽ ആകാശമാർഗം പാകിസ്ഥാന്റെ നിയന്ത്രണ രേഖ ഇവിടെ നിന്ന് ഏതാണ്ട് 3-3.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഉള്ളത്. ഈ ഒരു ദൂരത്തേക്കാണ് ഇത്തരത്തിൽ വലിയ ഉഗ്രശേഷിയുള്ള ഇത്തരത്തിലുള്ള ഷെല്ലുകൾ പായിക്കുന്നത്. ഈ ഗ്രാമം എന്നുള്ളത് 20-25 വീടുകൾ മാത്രമുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ മാത്രം 20 ഷെല്ലുകളാണ് കഴിഞ്ഞ രാത്രിയിൽ മാത്രം പതിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ നിന്നുള്ള ആളുകൾ മുഴുവനായും തന്നെ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഏതാണ്ട് 15,000-ഓളം പേരാണ് ഒറ്റ രാത്രിയിൽ അല്ലെങ്കിൽ ഇന്നലെ പറയുന്നത്. അതായത് ഇത്തരത്തിൽ ഈ ഷെല്ലാക്രമണം കഴിഞ്ഞ കുറെ നാളുകളായി അല്ലെങ്കിൽ കുറെ മാസങ്ങളായിട്ടുള്ള ഒരു മേഖലയാണോ ഇത്? അല്ല, ഇത് ഇന്നലെ മാത്രം സംഭവിച്ചതാണോ? में 2-4 मकान बहुत क्रैक हो गए, बंदे भी हैं थोड़े जख्मी। बहुत रात को हम तो सोए नहीं, 1 सेकंड भी सोए नहीं हम नींद में। ऐसा ये कल परसों सब हुआ था इधर ऐसा? आज नाइट में ज़्यादा हुआ। परसों 3 दिन से हो रहे हैं। 3 दिन से आज नाइट को बहुत हुआ ज़्यादा। 1 सेकंड भी रश नहीं किया। रात को 10 बजे शुरू हुआ, सुबह 6 बजे तक चलता रहा, 5:30। मतलब सारे लोग इधर से भागे। अभी लोग भागे, कोई ये घर में जिसको गाय वाय है तो वही, बाकी लोग खाली हुए हैं। आप कहाँ रहते हैं? मैं यहाँ पर आपका फैमिली भी चले गया? हाँ, मेरा फैमिली चला गया। मुझे खुद डेयरी फार्म में अपना, मैं उसके लिए बैठा हूँ, वरना मुझे रहने की ज़रूरत नहीं थी।
क्योंकि गाय को रात को घास करना है, कुछ चारा दूध निकालना है, तो तब मैं बैठा हुआ होना या मुश्किल है बैठना। डर नहीं है आपको? तो डर के तो डरेंगे तो उधर से मेरा नुकसान भी है। 10 गाय है मेरे पास, तो मेरा नुकसान भी हो रहा है ना उधर से। 10 लाख मेरा वहाँ से ख़राब हो जाएगा, इसलिए बैठे हैं। പ്രജിൻ, ഇത് തന്നെയാണ് ഈ മേഖലയിൽ നിന്നുള്ള ആളുകൾ മുഴുവൻ ഒഴിഞ്ഞു പോയിരിക്കുന്നു. പശു വളർത്തൽ ഉൾപ്പെടെയുള്ള ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ തങ്ങുന്നത്. 10 പശുക്കൾക്കുണ്ട്, അവയ്ക്ക് തീറ്റ നൽകണം, അതുകൊണ്ട് തങ്ങുന്നു. മറ്റ് 15,000-ഓളം പേർ ഇന്ന് മാത്രമാണ് ഈ ഉറി മേഖലയിൽ നിന്നും വീടുകൾ വിട്ട് ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. പ്രജിൻ, യെസ്, ഉറിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ബൽറാം നെടുങ്ങാടിയും ജോഗേഷ് സിംഗും ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടുമായാണ് ഇപ്പോൾ ചേർന്നത്. തത്സമയം ഉറിയിൽ നിന്നും അവിടെ ഈ ശക്തമായ ഷെല്ലാക്രമണം ഉണ്ടായ സ്ഥലത്തുള്ള ദൃശ്യങ്ങളും അവിടുത്തെ പ്രദേശവാസികളുടെ പ്രതികരണവുമാണ് ഇപ്പോൾ ലഭ്യമാക്കിയത്. ശക്തമായ രൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായത് എന്ന് പറയുന്നു. അവിടെ നിന്ന് എല്ലാവർക്കും പിരിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടായെന്നാണ് അവിടുത്തെ പ്രദേശവാസികളടക്കം പറഞ്ഞത്.